അഗ്നിശോധനയിൻ നടുവിൽ ഞാൻ തളർന്നു പോകാതെ, അഗ്നിശോധനയിൻ നടുവിൽ ഞാൻ തളർന്നു പോകാതെ, സാന്ത്വനമാം തിരുമൊഴികൾ എന്റെ ഉള്ളത്തെ തണുപ്പിക്കയാൽ, സാന്ത്വനമാം തിരുമൊഴികൾ എന്റെ ഉള്ളത്തെ തണുപ്പിക്കയാൽ. കൃപമതിയെ തിരുകൃപമതിയെ തവ സ്നേഹവും കരുണയും മതിയെനിക്ക്. തിരുകരങ്ങളിൽ ഞാൻ ദിനം ചാരിടുവേ, തിരുമാർവിടം എനിക്കു മറവിടമാ, തിരുമാർവിടം എനിക്കു മറവിടമാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനം 22-ാം വാക്യം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ ജനം യാഗങ്ങളും ആരാധനകളും അർപ്പിച്ചിരുന്നുവെങ്കിലും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ സങ്കീർത്തനത്തിൽ ദൈവജനത്തിന് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ. ദൈവത്തെ മറന്നു കളയുന്നത് എപ്പോഴാണ്? ജീവിതത്തിലെ വിജയങ്ങൾ നമ്മെ അഹങ്കാരികളാക്കുമ്പോൾ, പ്രാർത്ഥനയും വചനധ്യാനവും ഉപേക്ഷിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയെ ഓർക്കാതിരിക്കുമ്പോൾ, സ്വന്തം ശക്തിയിലും സമ്പത്തിലും ആശ്രയം വയ്ക്കുമ്പോൾ നാം ദൈവത്തെ മറന്നു കളയും. ദൈവത്തെ മറക്കുക എന്ന് പറയുമ്പോൾ അവനെ ഓർക്കാതിരിക്കുക മാത്രമല്ല, അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാതിരിക്കുന്നതുമാണ്. ദൈവം മുന്നറിയിപ്പ് നൽകുന്നത് അവനെ നാം മറന്നു കളഞ്ഞാൽ അവൻ നമ്മെ കീറി കളയും, വിടുവിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല എന്നാണ്. ദൈവം നമ്മെ കീറിയാൽ മറ്റാർക്കും നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ദൈവം നമുക്ക് മുൻപിൽ മുന്നറിയിപ്പ് ഒരുക്കുമ്പോഴും അവൻ കരുണയുള്ളവനാണ്. അവൻ്റെ അടുക്കിലേക്ക് നാം മടങ്ങി വന്നാൽ അവൻ നമ്മെ സ്വീകരിക്കും. മാനസാന്തരപ്പെടുന്നവർക്ക് ക്ഷമയും പുതിയ ജീവിതവും ലഭിക്കും. ദൈവത്തെ മറക്കുന്നത് ഏറ്റവും വലിയ അപകടകരമാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നത് ഏറ്റവും വലിയ അനുഗ്രഹവുമാണ്. പ്രിയരെ, നാം ദൈവത്തെ മറന്നാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ പുതുക്കി അവൻ്റെ വഴികളിൽ നടക്കുവാൻ ഈ നാളുകളിൽ അവൻ്റെ അരികിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ മറക്കാതെ ജീവിക്കുവാൻ ദിനംതോറും ഞങ്ങളെ സഹായിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.